Hi and welcome back. This is part 2 of project planning and management. അപ്പം അതിന് നമുക്ക് നോക്കാനുള്ളത് പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്ങിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പം ആദ്യം നമുക്ക് ഒരു പ്രോജക്റ്റിൻ്റെ കോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കീ ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് മേക്സ് എ പ്രോജക്റ്റ് യുണീക്ക്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. പ്രോജക്ട്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള അണ്ടർടേക്കിങ്സ് ആണ്. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. അതൊരു റുട്ടീൻ ഓപ്പറേഷൻ അല്ല. റുട്ടീൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, മീൻസ് ലൈക്ക് നമ്മുടെ ഒരു ജോബ് തന്നെ നമ്മളൊന്ന് നോക്കുക. നമ്മുടെ ആ ഒരു ജോബ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ എനിക്ക് പഠിപ്പിക്കുക അല്ലെ, അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ എൻഡ്. ഒരു പക്ഷേ ആ ഒരു 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 കോഴ്സ് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കോഴ്സിന്റെ ആ ക്ലാസ്സസ് മാത്രം അവിടെ ചിലപ്പോൾ എൻഡ് ചെയ്യുമായിരിക്കും. അത് റുട്ടീൻ ഓപ്പറേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ടു കം ടു എൻ എൻഡ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം, അതിൻ്റെ ആ ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ പ്രോജക്ട്സിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഈ പ്രോജക്റ്റിനെ യുണീക്ക് ആക്കുന്നത് ഒന്ന് അതിൻ്റെ ടെമ്പററി നേച്ചർ. ടെമ്പററി നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് പോയിന്റും ഉണ്ട്, ഒരു എൻഡ് ഡേറ്റും ഉണ്ട്. അത് ആ ഒരു ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് പോലെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. അതിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. ആ ടൈം ലൈൻ ആകുമ്പം അത് അവസാനിക്കുകയും വേണം അല്ലേ. അപ്പൊ ഈ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഡിസ്റ്റിങ്വിഷസ് എ പ്രോജക്റ്റ്. ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ നിന്നൊരു പ്രോജക്റ്റിനെ വ്യത്യാസമാക്കുന്ന സംഗതി ഇതാണ് എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാനാണെങ്കിൽ, ഒരു പുതിയ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്, അതിന് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ടൈം ലൈൻ ഉണ്ടല്ലേ. എന്ന് തുടങ്ങണമെന്നും എന്ന് അത് അവസാനിക്കണമെന്നും കൃത്യമായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അത് അവസാനിക്കുകയും വേണം. കറക്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ, യുണീക്ക് ഡെലിവറബിൾസ് എന്നാണ് നമ്മളിവിടെ ഈ പറയുന്നത്. ഡെലിവറബിൾസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഓരോ പ്രോജക്ട്സിനും യുണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് അവിടെ ഉണ്ടാകും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് അഗെയിൻ സെറ്റ്സ് ഇറ്റ് എപാർട്ട് എന്നുള്ളത്. ഇപ്പം സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് റെപ്പറ്റേറ്റീവ് ആണ്. വീണ്ടും 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 അത് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് അല്ല ഇത്. ഈ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ടാഞ്ചിബിൾ ആകാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആകാം. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തൊടാനും കാണാനും ഫീൽ ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ് ടാഞ്ചിബിൾ. സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. അതിനെ ഒരു പക്ഷേ നമുക്ക് തൊടാനായിട്ട് പറ്റില്ല, ബിക്കോസ് സർവീസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ജനറേറ്റഡ് ആൻഡ് കൺസ്യൂംഡ് ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം അല്ലെ. സർവീസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഇതൊരോ പ്രോജക്ട്സിന്റെ യുണീക്ക് ആയിട്ടുള്ള ഡെലിവറബിൾസ് ആണ്. അപ്പൊ ഈ ഒരു യുണീക്നെസ് ആണ് ശരിക്കും ഒരു പ്രോജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്നോവേഷൻ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നീഡ്സിനെ അവിടെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒന്ന്, ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മളിവിടെ ഈ പറയുന്നത്. അപ്പോൾ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വെരി വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് അതുകൊണ്ട് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് അവിടെ ഉണ്ട് ആ ഒരു പ്രോജക്റ്റിന്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് ആണ് എന്താ പറയേണ്ടത്, ആ ഒരു പ്രോജക്റ്റിന്റെ ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഈ ഒബ്ജക്റ്റീവ്സ് നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്താ പറയേണ്ടത്, അതിൽ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ ഒരു പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ വൺ ഇസ് ഏബിൾ ടു പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ അസസിങ് ദ പ്രോജക്ട്സ് സക്സസ്. ഇനി ഇതിനകത്ത് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ഈ റിസോഴ്സ് കൺസ്ട്രെയിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കൺസ്ട്രെയിൻസും പ്രോജക്ട്സിനെ യുണീക്ക് ആക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ആ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ പ്രോജക്ട്സിന് ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചില സ്പെസിഫിക് ലിമിറ്റേഷൻസോട് കൂടിയാണ്. എന്തൊക്കെയാണ് ഈ ലിമിറ്റേഷൻസ്? ഒന്ന്, ടൈം ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ആജീവനാന്ത കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നല്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട്. അതിനകത്തൊരു കോസ്റ്റ് ലിമിറ്റ് ഉണ്ട് അല്ലേ. നമുക്ക്
തോന്നിയതുപോലെ എടുത്ത് പൈസ അതിനകത്ത് ചെലവാക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു പ്രോജക്റ്റിന് മാറ്റി വെച്ചിരിക്കുന്ന അലോക്കേറ്റ് ചെയ്തേക്കുന്ന ആ പൈസ മാത്രം അവിടെ ഉപയോഗിക്കുക എന്നുള്ളത്. അതേപോലെ ക്വാളിറ്റിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ക്വാളിറ്റിയിലെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു സർട്ടൻ ക്വാളിറ്റി അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ കഴിയൂ, അതിൽ താഴേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് പലപ്പോഴും ട്രിപ്പിൾ കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്. കാരണം 3 കൺസ്ട്രെയിൻസ് ആണ്: ടൈം, കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി. അങ്ങനത്തെ 3 ലിമിറ്റേഷൻസിലാണ് ഈ പ്രോജക്ട്സ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ അതിനെ ട്രിപ്പിൾ കൺസ്ട്രെയിൻഡ്, ഈ ഒരു ടേം ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക, ട്രിപ്പിൾ കൺസ്ട്രെയിൻഡ് എന്നുള്ളത്. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഈ 3 കൺസ്ട്രെയിൻസിനെയും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരിക്കലും ആ ഒരു പ്രോജക്റ്റിന്റെ ഔട്ട്കം കോംപ്രമൈസ്ഡ് ആകാതെ, അതൊരു ഫെയിലിയറിലേക്ക് പോകാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു balancing these constraints ensures efficiency and prevents overruns. ഓക്കെ, ഓവർറൺ പ്രിവെന്റ് ചെയ്യുന്ന, അതിനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് തീർക്കുക, അതാണ് ശരിക്കും ഈ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രിപ്പിൾ കൺസ്ട്രെയിൻഡ് ഇമ്പോർട്ടൻസ്. അതാണ് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, ഇനി let us look at ഈ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇന്റർകണക്റ്റഡ്നെസ്. ഇത് ഒന്നൊന്നുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഹൗ ഡസ് ദ ഇന്റർകണക്റ്റഡ്നെസ് വർക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, യു ലുക്ക് അറ്റ് ദ ടെമ്പററി നേച്ചർ ആൻഡ് ദി ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ടെമ്പററി നേച്ചർ, ഒന്ന് ഇത് ടെമ്പററി ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം തിങ്ക് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ടൈം ലൈൻ അതിനുണ്ടല്ലേ, ഒരു കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ അത് തീർക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക ഈ ഒബ്ജക്റ്റീവ്സ് ടൈം ബൗണ്ട് ആണെന്നും അത് ഏർജന്റ് ആണ്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, ആ ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏർജൻസി. മറ്റൊന്ന്, യുണീക്ക് ഡെലിവറബിൾസ് ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ് പലപ്പോഴും നമുക്ക് ഈ പ്രോജക്ട്സിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള റിസോഴ്സ് പ്ലാനിങ്ങും പ്രോജക്റ്റ് എക്സിക്യൂഷനും അവിടെ വരണം. ഇനി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്, അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഇവിടെ വരണം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഓരോ റിസോഴ്സിനെയും ഏറ്റവും ഓപ്റ്റിമൽ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ച് പോകാനായിട്ട് കഴിയും. അപ്പോൾ വീണ്ടും നമുക്ക് ഉറപ്പുവരുത്താം ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ തീർക്കുക, അതേപോലെ ആ ഒരു ടൈം ബൗണ്ടായിട്ട് ടൈമിനുള്ളിൽ അത് തീർക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ എന്താ പറയേണ്ടത് കൺസ്ട്രെയിൻസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഈ കീ ആട്രിബ്യൂട്ട്സിൻ്റെ ഇന്റർ കണക്റ്റഡ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കോർ ക്യാരക്ടറിസ്റ്റിക്സും ഈ ട്രിപ്പിൾ കൺസ്ട്രെയിനും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ഈ ഒരു വിഷ്വലിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ കാണുന്നതാണ് ഈ ട്രിപ്പിൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ടൈം ഇവിടെയുണ്ട്, ക്വാളിറ്റി ഇവിടെ ഉണ്ട്, കോസ്റ്റ് ഇവിടെയുണ്ട്. അത് ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സിലും അത് നമ്മളവിടെ കാണിച്ചു. ഇനി അതിന് ചുറ്റാകെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയേണ്ടത് മറ്റ് കോർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മറ്റ് കോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടെമ്പററി ആണെന്നും യുണീക്ക് ആണെന്നും യുണീക്ക് ആയിട്ടുള്ള ഡെലിവറബിൾസ് ഉണ്ട് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ചുറ്റിപ്പറ്റി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ട്രിപ്പിൾ കൺസ്ട്രെയിൻ ആ ഒരു ട്രയാങ്കിളിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ട്രിപ്പിൾ കൺസ്ട്രെയിൻ അതായത് ടൈം, കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി, ഈ 3 കാര്യങ്ങൾ 3 വേർട്ടിസസിലുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ബാലൻസിങ് ദീസ് 3 കൺസ്ട്രെയിൻസ്. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഇവിടെ ഓൾട്ടർ ചെയ്താൽ അത് ബാക്കിയുള്ളതിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ ഒരു സമയത്തിന് തീരുമാനിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ കഴിയില്ല, കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യണം. ടൈം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും കോസ്റ്റിനെ ബാധിക്കില്ലേ?
കോസ്റ്റിനെ. കാരണം ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സസ് ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെന്ന് കണക്കാക്കുക, മെഷീനറി ഇതിനകത്ത് റിസോഴ്സസ് ആയിട്ടുണ്ട് എന്ന് കണക്കാക്കുക, മെഷീനറിയുടെ റെന്റ്, അതേപോലെ ആ ഹ്യൂമൻ റിസോഴ്സസിന് കൊടുക്കുന്ന ആ ഒരു റെമ്യൂണറേഷൻ, സാലറി തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ടൈം നീട്ടുമ്പോഴത്തേക്ക് ആ ഒരു കൂടുതൽ പീരിയഡിന് അതിലേക്ക് സാലറി വരുന്നത്. അപ്പോൾ കോസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ക്വാളിറ്റീനെയും അത് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അല്ലേ? ഇനി നമ്മൾ ഈ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയെ ബാധിക്കും, ക്വാളിറ്റിയും അവിടെ കുറയും. അപ്പോൾ അതാണ് പറയുന്നത്, ഇത് മൂന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനെ അത് ബാധിച്ചാൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ നമ്മൾ മാറ്റിയാൽ അത് ബാക്കിയുള്ള ആ ആട്രിബ്യൂട്ട്സിനെയും അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്രിപ്പിൾ കൺസ്ട്രെയിൻ എന്ന് നമ്മൾ ശരിക്കും പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റിയുള്ളത് ആണ് ബാക്കി എല്ലാ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സും അവിടെ കിടക്കുന്നത് 4 എണ്ണം. ഒന്ന്, അത് ടെമ്പററി നേച്ചർ ആണ് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ യുണീക്ക് ആയിട്ടുള്ള ഡെലിവറബിൾസ് അതിനുണ്ട് എന്നുള്ളത്. അപ്പോൾ ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ യുണീക്ക് ഡെലിവറബിൾസ് നമുക്ക് അവിടെ കാണാം. ഇനി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്താ പറയേണ്ടത്, അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുക, ഒരു ഡ്രോയിങ്ങിൻ്റെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ആ റിസോഴ്സ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും താഴെ നമ്മളവിടെ കൊടുത്തേക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള എല്ലാ സംഗതികളും അവിടെ നിൽക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ നോട്ട്സിലും ഇതിൻ്റെ എന്താ പറയേണ്ടത് വ്യക്തമായ ഒരു ഡയഗ്രാമും ആ ഡയഗ്രാം എങ്ങനെയാണ് നോക്കി മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും ഇൻസ്ട്രക്ഷൻസും അതിനകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ആക്ട്സ് ആസ് ദ ഫ്രെയിം വർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പ്രോജക്ട് മാനേജേഴ്സിന് ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കഴിയുക, അപ്പോൾ അവർക്ക് റിസോഴ്സസ് എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അത് എന്താ പറയേണ്ടത് അതിൻ്റെ ആവശ്യകത ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ സ്റ്റിക്ക് ടു ദ സ്കെഡ്യൂൾസ്, അല്ലേ? നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ ആ സ്കെഡ്യൂൾസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ ഒറിജിനൽ ടൈം ലൈൻ പാലിച്ചു പോവുക എന്നുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടെ മാനേജേഴ്സിന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ഇവിടെ, ദാറ്റ് ദ പ്രോജക്റ്റ് ഔട്ട്പുട്ട് സ്റ്റിൽ റിമെയിൻസ് അലൈൻഡ് വിത്ത് ദ ഗോൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ട്രയാങ്കിളിന് ചുറ്റാകെയുള്ള ആ ഒരു കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ പാലിച്ചു പോയെങ്കിൽ മാത്രമേ എന്താ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടും ഗോൾ ഓറിയന്റഡ് ആയിട്ടും ഒരു പ്രോജക്റ്റിനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ്. വൈ ഡു ദേ മാറ്റർ? അതാണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത്. ആ ഒരു സ്കോപ്പ്, ലിമിറ്റേഷൻസ്, ഗോൾസ് ഓഫ് ദ പ്രോജക്റ്റ് അതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ് ആക്ച്വലി മാറ്റേഴ്സ് എന്നുള്ളത്. ആൻഡ് ഉറപ്പുവരുത്തണം ആ ഒരു പ്രോജക്റ്റ് ദാറ്റ് റിമെയിൻസ് ഫോക്കസ്ഡ്, ഇന്നോവേറ്റീവ് ആൻഡ് എഫിഷ്യൻസ് എന്നുള്ളത്. ആൻഡ് കൺസ്ട്രെയിൻസിനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം അവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് എന്താ ഈ പ്ലാനിങ്ങിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്ലാനിങ് നമുക്കറിയാം, ഫൗണ്ടേഷൻ ഫോർ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ആണ് പ്ലാനിങ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ പ്ലാനിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്, കാരണം പ്ലാനിങ് ഇസ് ദ ഫണ്ടമെന്റൽ പ്രോസസ് ഫോർ എ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അതിൻ്റെ ഗ്രൗണ്ട് വർക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിലൂടെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയും ഈ ഒരു പ്രോജക്റ്റിൻ്റെ എഫേർട്സ് മൊത്തവും എന്താ പറയേണ്ടത് അതിൻ്റെ ആ ഒരു ഡിസയേർഡ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, പ്ലാനിങ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ എഫേർട്സ് ആർ അലൈൻഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ്സ്. അതിപ്പോൾ ഞാൻ പറഞ്ഞത്. അതേപോലെ പ്ലാനിങ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി, അഡാപ്റ്റബിലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്സ്. ആൻഡ് പ്ലാനിങ് ഈസ് ഓൾസോ ദ ഫൗണ്ടേഷൻ ഫോർ അച്ചീവിങ് ദ പ്രോജക്റ്റ് ഗോൾസ് എഫക്റ്റീവ്ലി. ഓക്കെ, സോ ഇനി അതിൻ്റെ സവിശേഷതകൾ ഓരോന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ഗോൾ ഓറിയന്റഡ് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്? പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് സെറ്റിംഗ് ആൻഡ് അച്ചീവിങ് സ്പെസിഫിക് ഔട്ട്കം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടല്ലോ, അതാണല്ലോ പ്രോജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ പ്ലാനിങ്ങിലൂടെ വി ഹാവ് ടു അലൈൻ ദ ആക്ഷൻസ്. നമ്മൾ എന്ത് ആക്ഷൻസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നോ ആ ആക്ഷൻസ് ഷുഡ് ബി അലൈൻ ടു ദ ഡിസയേർഡ് ഔട്ട്കം എന്നുള്ളതാണ്. അപ്പോഴാണ് എന്താ പറയേണ്ടത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക ദാറ്റ് ഓൾ റിസോഴ്സസ് ആൻഡ് എഫേർട്സ് കോൺട്രിബ്യൂട്ട് ടു ദീസ് ഗോൾസ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റിസോഴ്സസും നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്ടും ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ നിലനിർത്തുക എന്നുള്ളത്.
അപ്പോൾ അതിന്റെ പ്രാധാന്യം നോക്ക്. ensures resources and efforts are aligned with targets and provides clarity for execution. അപ്പൊ എന്താ പറയേണ്ടത്, ആ ഒരു റിസോഴ്സസും ആ ഒരു എനർജിയും അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എനർജിയും റിസോഴ്സസും എല്ലാം എന്താ പറയേണ്ടത്, ആ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടാർഗറ്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്താണ് ഇവിടെ അക്കംപ്ലിഷ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു ക്ലാരിറ്റി അവിടെ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ എയിം എന്ന് പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക by 15% in 3 months. അപ്പോൾ നോക്ക്, അവിടെ ഒരു ടൈം ലൈൻ ഉണ്ടല്ലേ, 3 മാസം. ആ 3 മാസത്തിൽ എന്താണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്, നിലവിലുള്ള സെയിൽസിനേക്കാളും 15% കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് സിസ്റ്റമാറ്റിക് ആണ് എന്നുള്ളത്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിനകത്ത് ഒരു സീരീസ് ഓഫ് വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് അവിടെയുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോൾ സെറ്റിംഗ് ഒരു സ്റ്റെപ്പാണ്. അത് എന്ത് സ്ട്രാറ്റജി ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത് മറ്റൊരു സ്റ്റെപ്പാണ്. അതേപോലെ ടാസ്ക് സ്കെഡ്യൂൾ ചെയ്യുന്നത് മറ്റൊരു ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ കൃത്യമായ സ്റ്റെപ്സ് ഉള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ പ്രോഗ്രസ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്കും മുറയ്ക്കും ഒരു തീരുമാനം എടുത്തിട്ടല്ലല്ലോ നമുക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അത് കൃത്യമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ആദ്യം, അവസാനം ചെയ്യേണ്ടത് അവസാനം എന്നുള്ള ആ ഒരു നിലയിൽ തന്നെ അവിടെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ക്രിട്ടിക്കലായിട്ടുള്ള എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്, ഈ പ്ലാനിങ് എന്നുള്ളത് ഫ്ലെക്സിബിൾ ആണ്. എന്താ, ഇറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ് അക്കോമഡേറ്റ്സ് ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റൻസസ് ആൻഡ് അഡാപ്റ്റ്സ് ടു ന്യൂ ചാലഞ്ചസ് വിത്തൗട്ട് ലൂസിങ് സൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്തോ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഗതി അവിടെ വന്നു, ഒരു പ്രശ്നം അവിടെ വന്നു. അപ്പൊ ചിലപ്പം പ്ലാൻ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ചിലപ്പോൾ ചേഞ്ചസ് കൊണ്ടുവരും. പുതിയൊരു ചാലഞ്ച് വന്നാൽ ഒരു പുതിയൊരു ചേഞ്ച് അവിടെ വരുന്നു. അപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ, ഗോൾ എന്താണോ, ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്ലാനിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കണം. അപ്പോൾ അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പം അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും അവിടെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, നമ്മൾ ആ ഒരു COVID-19 പാൻഡമിക്കിന്റെ ആ ഒരു സമയത്ത് ഓരോ ബിസിനസ്സും അവരുടെ ഓപ്പറേഷണൽ പ്ലാൻസ് റിവൈസ് ചെയ്ത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം എന്ന കോൺസെപ്റ്റ് പോലും ഒരു പക്ഷേ ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നാലാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡിസിഷൻ ഫോക്കസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസിഷൻ ഫോക്കസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോയ്സസ്, ചിലപ്പോൾ തീരുമാനങ്ങളിലേക്ക് അവിടെ എത്തേണ്ടി വരും. ചിലപ്പോൾ സ്ട്രാറ്റജിയെ കുറിച്ചാകാം, ചിലപ്പോൾ റിസോഴ്സ് അലോക്കേഷനെ കുറിച്ചാകാം, ചിലപ്പം ഏത് ടാസ്ക് ആദ്യം ചെയ്യണമെന്ന പ്രയോറിറ്റൈസേഷനെ കുറിച്ചാകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസിഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം എല്ലാ ഓപ്ഷൻസിനെയും ഇവാലുവേറ്റ് ചെയ്ത് അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് റിസോഴ്സ് ഓപ്റ്റിമൈസേഷനെയും അതേപോലെ റിസ്ക് ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ആംബിഗ്വിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒഴിവാക്കാനായിട്ട് കഴിയും. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാതെ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന സിറ്റുവേഷനെയാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പോട്ടുള്ള മാർഗം എപ്പോഴും ക്ലിയർ ആയിട്ട് നിൽക്കും. അതാണ് ഡിസിഷൻ ഫോക്കസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് വേ എന്താ പറയേണ്ടത് പ്ലാനിങ് ഇസ് കൺസേൺഡ് എന്നാണ്. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇന്റർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് അത് പ്ലാനിങ്ങിനെ സഹായിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ ഡു ദേ വർക്ക് ടുഗെദർ? ഗോൾ ഓറിയന്റഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക്
വളരെ കൃത്യമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഗോൾസ് വളരെ മെത്തോഡിക്കലി നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓരോ സ്റ്റേജിലും അച്ചീവ് ചെയ്തോ ഇല്ലയോ കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കി മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിലിറ്റിയും ഡിസിഷൻ ഫോക്കസ്ഡും എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അവിടെ മാറ്റം വരുത്താം, പുതിയ മാർഗത്തിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാമെന്നുള്ളത്. സോ അഡാപ്റ്റബിലിറ്റി കുറെ കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് നിൽക്കും വെൻ ഡിസിഷൻസ് ആർ മെയ്ഡ് വിത്ത് ക്ലിയർ സ്ട്രാറ്റജീസ് ഇൻ മൈൻഡ്. അപ്പൊ അതാണ് ഡിസിഷൻ ഫോക്കസ്. ആ ഡിസിഷൻ വളരെ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി ആ ഡിസിഷനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് ഒരു വ്യതിയാനം വന്ന്, ഒരു ചേഞ്ച് വന്ന്, ഒരു അഡാപ്റ്റബിലിറ്റി അവിടെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടെ അല്ലെ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സിനെയും കൂടെ ചേർത്ത് ഞാൻ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടെ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കീ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് എ ലിറ്റിൽ മോർ ഇൻ ഡീറ്റെയിൽ. ആൻഡ് ഫൈനലി why these characters അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിങ്ക് അബൌട്ട് ദിസ് കോട്ട്: എഫക്റ്റീവ് പ്ലാനിങ് ഇസ് ദ കീ ടു സക്സസ്ഫുൾ എക്സിക്യൂഷൻ. നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് നല്ലതുപോലെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ഓൾറെഡി പകുതി കംപ്ലീറ്റ് ആയതിന് തുല്യമാണ് എന്നല്ലേ വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് തന്നെ പറയുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റി ഉണ്ടാകും, അഡാപ്റ്റബിലിറ്റി ഉണ്ടാകും, ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അവിടെ പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഡ്രൈവ്സ് സക്സസ്ഫുൾ പ്രോജക്റ്റ് ഔട്ട്കംസ് ബൈ ബാലൻസിങ് ഗോൾസ് ആൻഡ് റിസോഴ്സസ്. ഓക്കെ, സോ അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇനി കുറേ അധികം കോൺസെപ്റ്റ്സും ടെർമിനോളജിയും നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ബിഫോർ വി കുഡ് വൈൻഡ് അപ്പ് ദിസ് ലെസൺ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സും കുറച്ച് ടെർമിനോളജിയും അറിഞ്ഞിരിക്കുക. അപ്പോഴാണ് എന്താ പറയേണ്ടത്, ഈ ഒരു ലെസൺ അതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് അതിൻ്റെ ഒരു ഫുൾ എസെൻസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. Okay, so let us see what are these concepts and their definitions എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ള ഒരെണ്ണം, there is something known as a plan. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് is a detailed proposal for achieving a goal. ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിൽ മേ ബി എന്താ പറയേണ്ടത്, അതിനകത്ത് ആവശ്യമായ റിസോഴ്സസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്, എന്താണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് ഈ പ്ലാനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിൻ്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഈ പ്ലാൻ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, അതായത് ഇതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിനും വാട്ട് ഈസ് ദ വേ ഫോർവേഡ് എന്നുള്ള ആ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നതിനും പ്രധാനപ്പെട്ടതാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, സിറ്റി പാർക്ക് പ്രോജക്റ്റ് വിത്ത് ലേ ഔട്ട്, ബഡ്ജറ്റ് ആൻഡ് ടൈം ലൈൻ. അത്തരം കാര്യങ്ങൾ ഒരു പ്ലാൻ, ആ ഒരു സിറ്റി പാർക്ക് പ്രോജക്റ്റിൻ്റെ ഒരു പ്ലാനാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആ സൈറ്റിൻ്റെ ലേ ഔട്ട് ഉണ്ട്, അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വരാം, എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് വരാം, ബഡ്ജറ്റ് വരാം, ടൈം ലൈൻസ് വരാം. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ടാകാം. നൗ പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോജക്ട്സ്. അതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. A group of related projects managed in a coordinative way to achieve broader objectives. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോജക്ട്സ് മാനേജ് ടുഗെദർ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് അതിനകത്തുണ്ടാകും. ആൻഡ് ഈ പ്രോജക്ട്സ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പല റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ്, അതിനെ ഒരു പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് അലൈൻമെന്റ് ആൻഡ് സിനർജി എമംഗ് പ്രോജക്ട്സ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഗോളുണ്ട്, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പ്രോജക്ട്സ് ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ആ ഒരു ഗോൾ, ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഒരു സിറ്റിയുടെ
മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ബ്യൂട്ടിഫിക്കേഷൻ. അപ്പൊ സിറ്റിയുടെ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും, ഒരുപാടധികം ഫെസിലിറ്റീസ് മാറണം. റോഡ്സ് ഒരു സൈഡിൽ മാറണം, ബിൽഡിങ്സിന്റെ സ്ട്രക്ചർ ഒരു പക്ഷേ മാറണം, ഷോപ്പിംഗ് സെന്റേഴ്സ് ഒരു പക്ഷേ മാറണം. അപ്പൊ ഇത് ഓരോന്നും റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കിയേ, നാഷണൽ ഹെൽത്ത് കെയർ പ്രോഗ്രാം വിത്ത് ഹോസ്പിറ്റൽസ് ആൻഡ് വാക്സിനേഷൻ ഡ്രൈവ്സ് എന്നുള്ളത്. അപ്പൊ ഇത് എന്താ പറയേണ്ടത്, ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ്. അതിനകത്ത് വാക്സിനേഷൻ ഡ്രൈവ്സ് ഒരു പ്രോജക്റ്റ് ആയിട്ട് വരാം, ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ട് വരാം, അല്ലേ? അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ, പക്ഷെ എല്ലാത്തിൻ്റെയും കോമൺ എയിം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹെൽത്ത് കെയർ ഡെവലപ്മെന്റ് ആണ് കോമൺ എയിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പ്രോജക്റ്റ് എന്നുള്ളതാണ് അടുത്ത കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എൻഡവർ ആണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ഒരു സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, ഒരു എൻഡ് ഡേറ്റ് ഉണ്ട്, യുണീക്ക് ആയിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ ഡെലിവറബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ പ്രാധാന്യം എന്താണ്? അത് ഫോക്കസും സ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുകയാണ് ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് അവിടെ ട്രിപ്പിൾ കൺസ്ട്രെയിൻസും ഉണ്ടല്ലേ, ടൈം, കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി എന്ന 3 കൺസ്ട്രെയിൻസും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിന്റെ എക്സാമ്പിൾ നോക്കിയേ, കൺസ്ട്രക്ടിങ് എ സ്കൂൾ ബിൽഡിംഗ് വിത്തിൻ ആൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷണൽ ഒരു എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ പ്രോഗ്രാം ഇസ് ലാർജർ. അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് മാത്രമാണ് അവിടെ, ഒരു പാർട്ട് മാത്രമാണ്, അത് ഒരു പ്രോജക്റ്റ് എന്നുള്ളത്. Now, ആക്ടിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ആക്ടിവിറ്റി റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽ ആക്ഷൻസ് ഓർ ടാസ്ക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ടാസ്കുകൾ ആ ഒരു പ്രോജക്റ്റിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അതിനെയാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാനേജബിൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു യൂണിറ്റ്സ് ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിംഗ് പോസിബിൾ ആകും, ട്രാക്കിംഗ് പോസിബിൾ ആകും, ആൻഡ് അതിന് ഒരു ലീഡ് അതിനുണ്ടെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റിയും അവിടെ വരുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് ഇൻ എ ഹൗസിംഗ് പ്രോജക്റ്റ്. അപ്പൊ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹൗസിംഗ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഒരു കോളനി ഡെവലപ്പ് ചെയ്യാനായിരിക്കും ഒരു പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? ലാൻഡ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക, ഫൗണ്ടേഷൻ ഇടേണ്ടതായിട്ടുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ട്, അതിനകത്ത് റോഡ്സ് നിർമ്മാണമുണ്ട്. അതെല്ലാം ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് കൊണ്ടുവരാം ആ ഒരു ലാർജർ പ്രോജക്റ്റിന്റെ. ഓക്കെ, ഇനി നമുക്ക് ആ അപ്രോച്ചസ് ടു പ്രോജക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിരുന്നു നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദിസ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്? അപ്പം അതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ, an integrated approach to project combines various sectors. അപ്പൊ എന്താ ചെയ്യുന്നത്? combined various sectors and stakeholders for holistic development. അതാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് പല ഡിഫറെന്റ് ഐറ്റംസിനെ ഒന്നിച്ചു ചേർത്തു, അതാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ കമ്പൈനിങ് പല സെക്ടേഴ്സിനെ അവിടെ കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പല ഡിസിപ്ലിൻസിനെ അവിടെ കമ്പൈൻ ചെയ്യുന്നു, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ അവിടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നു. എന്തിനാ? ആ ഒരു ഹോളിസ്റ്റിക് ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ മൾട്ടിപ്പിൾ ഡിഫറെന്റ് ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്സ് ഒത്തുകൂടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ചാലഞ്ചസ് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ഒരു ഏർബൻ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആർക്കിടെക്ട്സ് വരും, എൻവയറമെന്റൽ സയന്റിസ്റ്റ് വരും, എക്കണോമിക്സ് വേണം, അതേപോലെ കമ്മ്യൂണിറ്റി ലീഡേഴ്സും അവിടെ വേണം, അല്ലേ? അപ്പൊ ഇവരെ എല്ലാവരെയും കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. തീർന്നില്ല, അത് ഒരു സവിശേഷത. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ കോർഡിനേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ക്രോസ് സെക്ഷണൽ കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ്സിനെ
ലിങ്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ക്രോസ് സെക്ഷണൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അതിനകത്ത് ഒരു പക്ഷേ നമ്മൾ എഡ്യൂക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരും. ആ ഒരു റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പം അവിടെ എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് കെയർ വേണം, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അവിടെ വേണം, അല്ലെ? ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് അവിടെ കോംപ്രിഹെൻസീവായിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിന്. സോ മറ്റൊരു സവിശേഷത ഈ ക്രോസ് സെക്ടറൽ കോർഡിനേഷൻ. ഓക്കെ, മറ്റൊന്ന് സസ്റ്റൈനബിലിറ്റി ഫോക്കസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബെനഫിറ്റ്സ് ഉണ്ടാകണം. അതാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഷോർട്ട് ടേം പെട്ടെന്ന് തീരുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ബെനഫിറ്റ്സ് ഉണ്ടല്ലോ, അത് അവിടെ ലോങ് ടേമിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സോഷ്യൽ, എക്കണോമിക്, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ കണക്കിലെടുത്ത് വേണം ഈ എന്താ പറയേണ്ടത് ആ ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയണ്ടേ സൺലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ മിനിമൽ ഇമ്പാക്റ്റ് ആണ് അത് എൻവയറമെന്റിൽ ഉണ്ടാക്കുന്നത്, അല്ലെ? വളരെ മിനിമൽ ഇമ്പാക്റ്റ് മാത്രമേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കോളോ ഡീസലോ ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ അല്ല. കാരണം അവിടെ എൻവയറമെന്റൽ പൊല്യൂഷൻ ഒത്തിരി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇൻ ഷോർട്ട്, സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ട് നമുക്ക് എന്താ പറയേണ്ടത്, കൊളാബറേഷൻ ഫോസ്റ്റർ ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ എഫിഷ്യൻസി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഒരു പൂളിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് എക്സ്പെർട്ടീസ് അവിടെ നടക്കുന്നു, അല്ലെ? അപ്പൊ പല എക്സ്പേർട്സിനെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഓൾസോ അഡ്രസ്സസ് റൂട്ട് കോസസ് ഓഫ് ഇഷ്യൂസ്. ഒരു ഇഷ്യൂ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു റൂട്ടിനെ, ആ ഒരു കോസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് പ്രോസസ്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിട്ടും കാണാം, പെർസ്പെക്റ്റീവ് പ്ലാനിങ് ആയിട്ടും കാണാം. അപ്പം സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലോങ് ടേം വിഷൻ ഓറിയന്റഡ് പ്ലാനിങ് ആണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്നാൽ പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് പ്ലാനിങ് ആണ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസ്പെക്റ്റീവ് പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നു ആൻഡ് അവിടെ പോളിസീസ് കൊണ്ടുവരുന്നു. പക്ഷേ അതെല്ലാം ഒരു എക്സ്റ്റെൻഡഡ് പീരിയഡ് കൊണ്ട് നമുക്ക് കവർ ചെയ്യേണ്ടതാണ്. സോ വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഇസ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് വാട്ട് ഇസ് പെർസ്പെക്റ്റീവ് പ്ലാനിങ്. ഇത് രണ്ടും ശരിക്കും പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സോ സ്ട്രാറ്റജിക് പ്ലാനിങ് അതിന്റെ ഡെഫിനിഷൻ ഒരു ലോങ് ടേം വിഷൻ ഓറിയന്റഡ് പ്ലാനിങ്. ആൻഡ് അത് ഫോക്കസ് ചെയ്യുന്നത് ഇസ് ഓൺ ഓവറാക്കിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരുപാടധികം ഗോൾസിലും ഒബ്ജക്റ്റീവ്സിലും ഫോക്കസ്ഡ് ആയിരിക്കും ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിലോ ഇറ്റ് ആക്ച്വലി അലൈൻസ് വിത്ത് ദി ഓർഗനൈസേഷൻസ് മിഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു ലോങ് ടേം ആസ്പിറേഷൻസ് ആണ് അവിടെ കണക്കിലെടുക്കുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ മിഷൻ എന്താണ്, ആ ഒരു സ്ഥാപനം എന്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് മാറുന്നു ഓവർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഓഫ് ടൈം എന്നുള്ളത് പറയാം ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം ഒരു കറന്റ് സ്റ്റേറ്റ് അനാലിസിസ്, അതിന് SWOT അനാലിസിസ് എന്ന് പറയാം. ഇപ്പൊ SWOT അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ നിലവിലുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ നിലവിലുള്ള അതിന്റെ കറന്റ് സ്റ്റേജ് എന്താണ്, അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് SWOT അനാലിസിസ് ഉപയോഗിക്കുന്നത്. ആൻഡ് അതിന്റെ മിഷനും വിഷനും ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ആൻഡ് ദെൻ എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഗോൾസ് ദാറ്റ് ആർ മെഷറബിൾ. നമുക്ക് മെഷർ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള ലോങ് ടേം ഗോൾസ് അവിടെ അച്ചീവ് ചെയ്യുന്നു. ആൻഡ് ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കറന്റ് സ്റ്റേറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ നിലവിലുള്ള സ്ട്രെങ്ത് നോക്കുന്നു, വീക്ക്നെസ് നോക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു, ത്രെറ്റ്സ് നോക്കുന്നു. അതിനെയാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. SWOT അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്.
സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഓക്കെ, ഇനി ആ ഒരു ഗോൾസും മിഷനും വിഷനും ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കോ ഒരു കൃത്യമായ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. ആ ഒരു എന്താ പറയേണ്ടത്, ഒരു 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 വിഷൻ എന്താണോ ആ ഒരു കമ്പനി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഉദ്ദേശിക്കുന്നത്, ആൻഡ് അത് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ്, വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ലോങ് ടേം ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അച്ചീവബിൾ ആയിട്ടുള്ള, ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് ആ ഒരു വിഷനുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ മറ്റൊരു ഒരു സവിശേഷത. ആൻഡ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക. ലാസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ മോണിറ്റർ ചെയ്യുക ആൻഡ് ആ ഒരു എന്താ പറയേണ്ടത് പ്രോഗ്രസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ വീണ്ടും അഡാപ്റ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ദിസ് ഇസ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി വാട്ട് ഇസ് പെർസ്പെക്റ്റീവ് പ്ലാനിങ്? പ്ലാനിങ് വിത്ത് എ ബ്രോഡർ ഫ്രെയിംവർക്ക് എന്ന ഒരൊറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രേസിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് പ്ലാനിങ്, അതാണ് ഈ പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രയോറിറ്റീസും പോളിസീസും എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫോർ എ എക്സ്റ്റെൻഡഡ് പീരിയഡ്, ഒരു പക്ഷേ 10 വർഷത്തേക്കുള്ളത്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടുത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ടു ഇന്റഗ്രേറ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് വിത്ത് ഫ്യൂച്ചർ ആസ്പിറേഷൻസ്. അപ്പോൾ എന്താ പറയണ്ട, ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആക്ഷൻസിന് ഫ്യൂച്ചറിൽ അതിൻ്റെ ആ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാകണം എന്നുള്ളത്. ആൻഡ് ഇവിടെ സോഷ്യൽ, എക്കണോമിക്കൽ, എൻവയൺമെന്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കീ ഇഷ്യൂസും ചാലഞ്ചസും ഐഡന്റിഫൈ ചെയ്തെടുക്കുക, മറ്റൊന്ന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പോളിസീസ് അവിടെ കൊണ്ടുവരിക, ആ ഇഷ്യൂസ് എന്താണോ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരിക, ആൻഡ് ആ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ എടുത്തേക്കുന്ന ഓരോ തീരുമാനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ നോക്കിയേ, ഐഡന്റിഫൈങ് കീ ഇഷ്യൂസ്. അപ്പൊ ഇവിടെ PESTLE, പെസിൽ അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ PESTLE എന്ന് പറയുന്നത് P സ്റ്റാൻഡ്സ് ഫോർ പൊളിറ്റിക്കൽ, എക്കണോമിക്, S for social, technological, legal, environmental. നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്. അതാണ് പെസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത്, എല്ലാ ആസ്പെക്ട്സും കൂടെ കണക്കിലെടുത്ത് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയാണ് ഓഫ് ദ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ചാലഞ്ചസ്. നിലവിലുള്ള ചലഞ്ചസ് എന്താണ്, ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചലഞ്ചസ് എന്താണ്. അപ്പൊ അതിന് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുക, പെസിൽ എന്നുള്ള ആ ഒരു ടൂൾ യൂസ് ചെയ്ത് ഒരു അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോളിസീസ് ഇവിടെ കൊണ്ടുവരണം. ആൻഡ് ദീസ് പോളിസീസ് ഷുഡ് അലൈൻ വിത്ത് ലോങ് ടേം നാഷണൽ ഓർ ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ്, ആൻഡ് എന്താ പറയണ്ട ഒരു നേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ നാഷണൽ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന പോളിസീസ് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നിട്ട് ഉറപ്പ് വരുത്തണം ഈ പോളിസീസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ചെയ്ത ആ ചാലഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്ത് അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തക്ക രീതിയിലുള്ള പോളിസീസ് ആയിരിക്കണം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ആ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസിന്റെ ഇവാലുവേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എങ്ങനെയാണ് ഈ പോളിസീസും നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന പോളിസീസും പ്രയോറിറ്റീസും ആ ഇമീഡിയറ്റ് നീഡ്സിനെയും ഫ്യൂച്ചർ ഗോൾസിനെയും അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ സിനാരിയോ അനാലിസിസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഇവിടെ ഉപയോഗിക്കാം ഇതിന്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ആ ഒരു ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്താൽ നമുക്ക് സ്ട്രാറ്റജീസിൽ റിഫൈൻമെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ്. ആൻഡ് സെറ്റ് ഫേസ്ഡ് മൈൽ സ്റ്റോൺസ് എന്നുള്ളത്. അപ്പൊ ഫേസ്ഡ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ, ഓരോ ഘട്ടമായിട്ടുള്ള മൈൽ സ്റ്റോൺ. അപ്പൊ ലോങ് ടേം ഫ്രെയിംവർക്സിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക ഇൻ ടു സ്മോൾ ആക്ഷനബിൾ മൈൽ സ്റ്റോൺസ്.
അപ്പോൾ ഓരോ മൈൽ സ്റ്റോൺസിനും ഒരു ക്ലിയർ ആയിട്ടുള്ള ടൈം ലൈൻ ഉണ്ടായിരിക്കണം. ആൻഡ് അത് എന്ത് മെട്രിക് ഉപയോഗിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ഒരു കാര്യം കൊണ്ട് ഇവിടെ ഉറപ്പ് വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഫേസും ഷുഡ് ബിൽഡ് ഓൺ ദ സക്സസ് ഓഫ് ദ പ്രീവിയസ് വൺ. അപ്പം ആദ്യത്തെ ഫേസിൽ സക്സസ് ആയിരിക്കണം അടുത്ത ഫേസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു കൊഹെസീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ട്രജക്ടറി നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുക. ഇനി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആൻഡ് അലൈൻമെന്റ്. എൻഗേജ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. അപ്പം ആ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും അതിനകത്ത് ഇൻവോൾവ്ഡ് ആകണം. അതിൽ ഗവൺമെന്റ് ഏജൻസീസ് വരാം, പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള ഓർഗനൈസേഷൻസ് വരാം, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് വരാം. ഓക്കെ, ആൻഡ് എന്താ പറയേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കൊളാബറേഷനും ഉള്ള മെക്കാനിസംസ് ഇതിനകത്ത് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് എൻഗേജ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന കണ്ടില്ലേ, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 15-year നാഷണൽ ഇന്റഗ്രേഷൻ ഡെവലപ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിന് പോളിസീസ് കൊണ്ടുവരണം അല്ലേ, കൃത്യമായിട്ടുള്ള പോളിസീസ് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ആ പോളിസീസ് ആണ് പിന്നെ തീരുമാനിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിന്. അപ്പൊ ആ പോളിസിയിൽ എവിടെയെങ്കിലും ആ ഒരു പ്രോജക്റ്റിന്റെ നടത്തിപ്പുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പോളിസി വിൽ പ്രൊസീഡ് എന്നുള്ളതാണ്. പോളിസി വിൽ പ്രൊസീഡ്, അപ്പൊ പ്രോജക്റ്റ് അവിടെ തടസ്സപ്പെടും എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു എന്താണ് സിമിലാരിറ്റീസും ഡിഫറൻസസും ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ആൻഡ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ ആസ്പെക്റ്റും എടുത്തു വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പം ഫോക്കസ് ആണ് ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് പെർസ്പെക്റ്റീവ് പ്ലാനിങ്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ലോങ് ടേം വിഷൻ ആൻഡ് ഓവർ ആർക്കിംഗ് ഗോൾസ് എന്നുള്ളതാണ്. പെർസ്പെക്റ്റീവ് പ്ലാനിങ്ങിൻ്റെയോ കുറെ കൂടെ ബ്രോഡായിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ്. ആൻഡ് ഈ ഫ്രെയിംവർക്കിനകത്ത് പ്രയോറിറ്റീസും ഉണ്ട്, പോളിസീസും വരുന്നുണ്ട്. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണെന്ന് തീരുമാനിക്കുന്നത്, അതേപോലെ പോളിസി. ഇനി അതിന്റെ സ്കോപ്പ് നോക്കിയേ. അപ്പം സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ് ആണ്. പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ നാഷണൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയൽ പ്രയോറിറ്റീസ് ആണ്. പലപ്പോഴും ക്രോസ് സെക്ടറൽ പ്രയോറിറ്റീസും അവിടെ വരാം എന്നുള്ളതാണ്. ഇനി അതിന്റെ ടൈം ലൈൻ നോക്കിയേ. ടിപ്പിക്കലി സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് 5 to 20 years ആണ്. ആൻഡ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ബിയോണ്ട് 15 to 25 years. 15-25 വർഷം വരെയൊക്കെ അതിനും മുകളിലേക്ക് പോകാം സ്ട്രാറ്റജിക് പ്ലാനിങ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയാം. ഇനി മെത്തഡോളജീസ് ഇവിടെ ഉപയോഗിക്കുന്നതോ സ്വോട്ട് അനാലിസിസ് ഉപയോഗിക്കുന്നു, വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു, ഗോൾ സെറ്റിംഗ് ഉപയോഗിക്കുന്നു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ. പെർസ്പെക്റ്റീവ് പ്ലാനിങ്ങിലോ എന്തൊക്കെയാണ്, പെസിൽ അനാലിസിസ് ഉപയോഗിക്കുന്നു, സിനാരിയോ ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുന്നു, ഫേസ്ഡ് മൈൽ സ്റ്റോൺസ് ഉപയോഗിക്കുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്താണ് അല്ലേ, എന്താണ് ഫേസ്ഡ് മൈൽ സ്റ്റോൺസ് എന്നൊക്കെയുള്ളത്, മെത്തഡോളജിയുടെ കാര്യം. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിലോ ഈ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് എക്സിക്യൂട്ടീവ്സ് ആൻഡ് എംപ്ലോയീസ്, അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനകത്ത് വരിക. ആൻഡ് പെർസ്പെക്റ്റീവ് പ്ലാനിങ്ങിൽ നോക്കിയാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വൈഡ് റേഞ്ചിങ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനകത്ത് ഗവൺമെന്റ് വരും, NGOs വരും, കമ്മ്യൂണിറ്റീസും വരും. ഇനി ഔട്ട്പുട്ട് നോക്കിയേ. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഔട്ട്പുട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള റോഡ് മാപ്പ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ് ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് നടത്തി എടുക്കുന്നതിനുള്ള പ്ലാൻസ് ആണ്. അതേസമയം പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പം പോളിസീസ് ആണ് അതിനകത്ത് വരുന്നത്. ഫേസ്ഡ് ഇംപ്ലിമെന്റേഷൻ പ്ലാൻസ്, ഫേസ്ഡ് എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് ഫ്രെയിംവർക്സും അവിടെ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ട്രാൻസിഷനിങ് ടു റിന്യൂവബിൾ എനർജി വിതിൻ എ കോർപ്പറേഷൻ. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഒരു ട്രാൻസിഷനെ ഉദ്ദേശിക്കുന്നത് റിന്യൂവബിൾ എനർജി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. എന്നാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാഷണൽ ലെവൽ, ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്ലാൻസ് എന്നുള്ളത്. See, that's the difference out here. Okay, alright. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്ട്സ് ആണ്. എങ്ങനെ പ്രോജക്ട്സ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. We will do that in the next part of the video. So before I could wind up
ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ ആ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ നമ്മൾ ഒരു ഗോൾഡ് ബാച്ചും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബാച്ചിലാണ് സ്റ്റുഡൻസിന് നോട്ട്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ക്വിസസും മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ് ഒക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അതേപോലെ ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. സോ പ്ലീസ് join the gold batch and make the best of these classes. Thank you very much for watching this video, and you have a great day ahead. Thank you very much.